ഹലോ മക്കളെ, ഷെവീം സാറാണ്. അപ്പോൾ നാളെ സ്വകാര്യ ബസ് പണിമുടക്കാണെന്നുള്ള വിവരം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ചില മക്കളൊക്കെ ഇപ്പോൾ തന്നെ ആഘോഷിച്ച് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ സ്കൂളിൽ നിന്ന് എങ്ങനെയാണ് പറഞ്ഞ മക്കളെ, നാളെ അവധിയാണോ അതോ എങ്ങനെയെങ്കിലും എന്തുവാണ്, ബസ് സമരം ഒന്നും നോക്കണ്ട മക്കളെ, നിങ്ങൾ സ്കൂളിൽ എത്തിക്കോളൂ, ക്ലാസ് എടുക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും, അങ്ങനെയാണോ പറഞ്ഞത്? അല്ല മക്കളെ, നിങ്ങൾ എൻജോയ് ചെയ്തോ എന്നാണോ പറഞ്ഞതെന്നുള്ള എല്ലാവരും എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നാളെ സ്വകാര്യ ബസ് സമരമാണ്. ഇതുവരെ നിലവിൽ ഇപ്പോൾ സമയം 3:41 ഈ വീഡിയോ ചെയ്യുന്ന സമയം, ഇതുവരെ പിൻവലിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നാളെ സമരമാണെങ്കിൽ ചില സ്കൂളുകളിൽ അവധിയായിരിക്കും. പിന്നെ സ്കൂളുകൾ എങ്ങനെയാണ്, സ്കൂളിൽ നിന്ന് അധികൃതർ എങ്ങനെയാണോ പറയുന്നത് അതിനനുസരിച്ചായിരിക്കും കേട്ടോ. ഓക്കെ, ഷമീം സാർ അവധി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നാളെ സ്കൂളില്ല എന്നാരും വിചാരിക്കേണ്ട. സ്കൂളിൽ നിന്ന് നിങ്ങളുടെ ടീച്ചേഴ്സ് എന്താണോ പറഞ്ഞത് അതിനനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നടക്കുന്നുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും നാളത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് മറ്റന്നാൾ ഓൾ ഇന്ത്യ സ്ട്രൈക്ക് വരുന്നുണ്ട്. അതായത് ജൂലൈ 9 ഓൾ ഇന്ത്യ സ്ട്രൈക്കാണ്. അതായത് ഒരു വാഹനങ്ങളും നിരത്തിലോടില്ല, ഒരു കടകളും തുറക്കൂല എന്നൊക്കെയാണ് അതിൻ്റെ സംഘടനാ ഭാരവാഹികൾ പറയുന്നത്. നിശ്ചലമാകും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മേ ബി മറ്റന്നാളും ലീവ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതും എങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്, ടീച്ചേഴ്സ് പറഞ്ഞതിന് ശേഷം മാത്രം. ഓക്കെ, അപ്പോൾ ഇതേപോലെ അവധികൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കണ്ടേ? പഠിക്കേണ്ട മക്കളെ, പഠിക്കണം, തീർച്ചയായിട്ടും പഠിക്കണം. അതിനാണല്ലോ എക്സാമിനർ ഉള്ളത് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പഠനം മാറ്റി വെക്കാൻ വേണ്ടി പറ്റില്ല. എല്ലാവരും എന്ത് ചെയ്യുക, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. വീട്ടിലിരുന്ന് കൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, പിന്നെ ഓണപരീക്ഷ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു. ഓണപരീക്ഷയ്ക്ക് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എന്നും പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പഠിക്കേണ്ട സമയമാണ്. എല്ലാവരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.